ഹലോ ഫ്രണ്ട്സ്, ലൈവ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് സിഡ്നി ഫിഷ് മാർക്കറ്റിലേക്കാണ്. നമ്മളിവിടെ വന്നിട്ട് ഇതുവരെയും ഫിഷ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫിഷ് വാങ്ങാറുണ്ട്, അതിവിടെ അടുത്തുള്ള മോളിൽ സീ ഫുഡ് കടകളുണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ വാങ്ങാറ്. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഫിഷ് കഴിക്കുകയുള്ളൂ, ജിനുവേട്ടൻ ഇതൊന്നും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യകത കുറവായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അവിടുത്തെ എല്ലാം എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് എങ്ങനെയാണ്, കുറച്ച് എല്ലാവരും പറഞ്ഞു കുറേ ഒത്തിരി ടൈപ്പ് ഓഫ് ഫിഷസ് നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മൾ കാണാത്ത ഫിഷസൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ ഓർത്ത് നമ്മളങ്ങനെ പോവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1 hour ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട്. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്തി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക. ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ, സിഗ്നൽ വീഴുമ്പോൾ ഒരു സൈറൻ ഉണ്ടാവും. അപ്പോൾ ഗ്രീൻ ആകുമ്പോൾ ആൾക്കാർക്ക് നടക്കാനാകുമ്പോൾ അപ്പോഴാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതുവരെ എത്ര ക്ഷമയോട് വേണമെങ്കിലും ആൾക്കാർ നോക്കി വെയിറ്റ് ചെയ്തിരിക്കും. അത് ഇവിടുത്തെ ഒരു കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു മനസ്സിന് സുഖം തോന്നുന്നൊരു കാഴ്ചയാണ്. അത്രയും നമ്മളാരും ധൃതി പിടിച്ച് കടക്കാൻ നിൽക്കില്ല ഇവിടെ റോഡ്. അങ്ങനെ നമ്മൾ സിഡ്നി ഫിഷ് മാർക്കറ്റിലെത്തി. അങ്ങനെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടൽ തീരത്താണ് ഈ ഷോപ്പ് നിൽക്കുന്നത്. നമ്മുടെ അവിടത്തൊക്കെ പോലെ തന്നെ ഒത്തിരി ചെറിയ ചെറിയ ഷോപ്സ് ആയിരുന്നു. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റി. നമ്മൾ പോയത് സൺഡേ ആയിരുന്നു. സൺഡേ ഇവിടെ എല്ലാ കടകളൊന്നും തുറക്കില്ലായിരുന്നു അത്രേ. നമ്മളത്ര അറിഞ്ഞില്ല. നമ്മൾ ചുമ്മാ ജസ്റ്റ് പോയി നോക്കിയതായിരുന്നു എന്തെങ്കിലും പറ്റിയതൊക്കെ വാങ്ങാം. പക്ഷെ അതുകൊണ്ട് തന്നെ കുറച്ച് കടകൾ മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത് ഫുള്ള് നിറച്ച് കടകളാണ്, എല്ലാം ഓപ്പൺ ആയിരിക്കും, ഇഷ്ടംപോലെ ഫിഷസ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ചെന്ന ദിവസം കുറച്ച് ഫിഷസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ആദ്യം കണ്ടതിന് ഓയിസ്റ്ററാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും കാണാം, ഭയങ്കര കോമൺ ആണ്. പിന്നെ ഒക്ടോബസ് ചെറുതും വലുതൊക്കെ ആയിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. ഈ ഷെൽ ഫിഷസൊക്കെ ഇഷ്ടം പോലെ, അതായത് നമ്മുടെ കക്ക, കല്ലുമ്മക്കായ തുടങ്ങിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ധാരാളമായിട്ട് കാണാം കേട്ടോ. കക്കയൊക്കെ ആണെങ്കിലും പല വെറൈറ്റി ആയിട്ട് പല ടൈപ്പ് കാണാം ഇവിടെ. അതുപോലെ പ്രോൺസും ഒക്കെ പല വെറൈറ്റീസ് ഇവിടെ കാണാം. ഇത് കല്ലുമ്മക്കായ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിൽ പോലും കല്ലുമ്മക്കായൊന്നും അധികം കാണാറില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലായിടത്തും ഇരിക്കുന്ന കാണാം. നമ്മളിതുവരെ വാങ്ങി നോക്കിയിട്ടില്ല, എനിക്കത് കുക്ക് ചെയ്യാനൊന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ വാങ്ങി നോക്കിയിട്ടില്ല. ഇത് വലിയ ലോബ്സ്റ്ററാണ്. പിന്നെ ഇതിൻ്റെ തന്നെ പ്രോൺസിൻ്റെ തന്നെ പല വെറൈറ്റി സംഭവങ്ങൾ. പ്രോൺസിനൊന്നും എല്ലാവരും എഴുതിയേക്കുന്നത് വേറെ എന്തൊക്കെയോ പേരുകളാണ്, ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ ഏകദേശം ഈ പ്രോൺസിൻ്റെ ഒരു സ്പീഷീസിലൊക്കെ വരുന്ന സംഭവങ്ങളായിരിക്കും. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ സീ ഫുഡിൻ്റെ ഈ മാർക്കറ്റിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യും, ലൈവായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് വാങ്ങാം. ഓൾറെഡി അവർ കുക്ക് ചെയ്ത് എന്തൊക്കെയോ ഫിഷസിൻ്റെയൊക്കെ എന്തൊക്കെയോ സീ ഫുഡ് ഡിഷസും അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ തലകൾ മാത്രമായിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഫിഷിൻ്റെ തലകൾ മാത്രമൊക്കെ ആയിട്ട്. ഈ മീൻ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു പരിചയം തോന്നി, എവിടെയോ കണ്ടിട്ടുള്ള പോലെ. നമ്മുടെ പിലോപ്പിയോ എന്തൊക്കെയോ ഒരു പരിചയമുള്ള മീൻ പോലെ തോന്നി. പിന്നെ ഇവിടെ സാൽമൺ മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. സാൽമണിൻ്റെ ചെറുതും വലുതും. സാധാരണ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ വലിയ പീസായിട്ട് കട്ട്ലറ്റ്സ് ആയിട്ടൊക്കെ കിട്ടാറ്. ഇവിടെ ഒറ്റ സാൽമൺ ആയിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു കണ്ടോ. ഇത് സാൽമണാണ്, അതിന് ചെറിയ സാൽമണാണ് ഇത്. ശരിക്കും നല്ല വലിയ മീനാണ് ഇത്. ഇതിൻ്റെ ചെറുതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ മറ്റേ മഡ് ക്രാബ് അത്. പിന്നെ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചേക്കാം ഈ പ്രോൺസ് അല്ല ആക്ച്വലി, എന്തോ അതിൻ്റെ തന്നെ ഒരു വെറൈറ്റി സംഭവങ്ങൾ. അതൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് പ്രോൺസ്, ഞണ്ട്, അതൊക്കെ ഇങ്ങനെ ലൈവായിട്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവരെടുത്ത് തരും. കണ്ടാൽ തന്നെ ഇതിനെയൊക്കെ പേടിയാവും. ഒരു പ്രത്യേകതരം ജീവികൾ കണ്ട് ഇതൊക്കെ ഒരു ഞണ്ടിൻ്റെ പോലെയൊക്കെ തന്നെ ഇരിപ്പുന്നുണ്ട്. ഞണ്ടിൻ്റെ തന്നെ എന്തെങ്കിലും ഒരു സ്പീഷീസ് ആവും അത്. അങ്ങനെ തന്നെ ഇതും അതെ, എന്തോ ഒരു വെറൈറ്റി ഒരു പ്രോൺസിനോ ലോബ്സ്റ്ററൊക്കെ പോലെ ഇരിപ്പുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് ഇനി ഒരു ഭയങ്കര ഒരു ഭീകരത ഉള്ള ഒരു ഇതാണ് അതൊക്കെ. പിന്നെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അടുത്ത ഷോപ്പിൽ കയറി. ഇവിടെ ചെന്നപ്പോൾ ഇവിടെ ആ ഓയിസ്റ്റർ ഇരുന്ന് മുരിങ്ങാന്നുണ്ടോ നമ്മുടെ നാട്ടിൽ ഓയിസ്റ്ററിനെ പറയാം. അപ്പോൾ ഇതിരുന്ന് അവർ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ കുക്ക്ഡ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ട്രൈ ചെയ്തില്ല. എനിക്ക് ഒന്നാമത് ഞാൻ മാത്രമല്ലേ കഴിക്കുകയുള്ളൂ. പിന്നെ എനിക്ക് മസാലയൊക്കെ ഇല്ലാത്ത സംഭവങ്ങളൊന്നും നോൺ വെജ് എനിക്കിഷ്ടമാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങി വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്ത് ട്രൈ ചെയ്യാനും നിന്നില്ല. അങ്ങനെ പിന്നെ അടുത്ത കടയിൽ കയറി. ആക്ച്വലി നമ്മൾ എന്തെങ്കിലും വാങ്ങാം എന്ന് വിചാരിച്ചത് അയലയോ മത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും മീൻ കാണുകയാണെങ്കിൽ വാങ്ങാമെന്ന് ഓർത്താൽ നമ്മൾ വന്നത്. പക്ഷേ എനിക്ക് പറ്റിയ മീനൊന്നും, ഞാൻ എല്ലാ ടൈപ്പ് ഫിഷസ് ഞാൻ കഴിക്കില്ല. പക്ഷേ എനിക്ക് പറ്റിയ ഫിഷും കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. പക്ഷേ ഇതൊക്കെ കാണാൻ പറ്റി, നമ്മളധികം കാണാത്ത തരത്തിലുള്ള ഫിഷൊക്കെയാണല്ലോ, അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ടായിരുന്നു. പിന്നെയും ഒത്തിരി ഫിഷിൻ്റെ കുറേ സീ ഫുഡ് ഡിഷസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പം പോലെയൊക്കെ എന്തൊക്കെയോ ഇരുന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, റൗണ്ട് ഷേപ്പിൽ ഇവരിങ്ങനെ കുത്തി
പിന്നെ സ്ക്വിഡൊക്കെ ഇങ്ങനെ വറുത്തിട്ട് ഫ്രൈ ചെയ്ത് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ പോലെ ഫ്രൈ ചെയ്ത് സ്ക്വിഡ്, അതിൻ്റെ തന്നെ പ്രോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും ട്രൈ ചെയ്തില്ല ആക്ച്വലി, വെറുതെ ചുമ്മാ പോയി ഇതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു വന്നു. കാരണം നമുക്ക് വാങ്ങാൻ പറ്റിയൊന്നും ഉണ്ടായിരുന്നില്ല, അതായിരുന്നു ശരി. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ ഓക്കെ, ബൈ ബൈ.